സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കല്ലുമാല സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? കല്ലുമാല സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. അയ്യങ്കാളി. കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നത് കല്ലുമാല സമരമാണ്. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യമാണെന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 51A(e) ആണ്. അനുച്ഛേദം 51A(e). സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യമാണെന്ന് വ്യക്തമാക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51A(e) എന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിച്ച പ്രശസ്തമായ വിധിന്യായം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗ പദവിയുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിച്ച കേസ് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് വിധി 2014. നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ. SCERT ഫാക്റ്റ് ആണ്. അപ്പോൾ വർഷം 2023 ആയാലും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ക്ലോഡിയ ഗോൾഡിൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. അടുത്തത്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന തീയതി ഏതാണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. 2007 മാർച്ച് 5. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ആകെ 7 പേരാണ്. ഒരു ചെയർമാനും അതുപോലെ 6 അംഗങ്ങളും. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും അടക്കം ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7 പേർ. UPSC അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? UPSC 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം? UPSC അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അത്. UPSCയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? UPSCയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 11 ആണ്. ഒരു ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ്. ഒരു ചെയർപേഴ്സണും 10 അംഗങ്ങളും ഉൾപ്പെടെ 11 പേര്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. 3 വർഷം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013-ലാണ്. 2013. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നാണ്. 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി ആയിരുന്നു. കവയത്രി സുഗതകുമാരി ആയിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം
ന്യൂഡൽഹിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. 1951-ലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1951 മുതൽ 1956 വരെയായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി 1951 മുതൽ 56 വരെ. വ്യവസായവൽക്കരണത്തിന് മുൻഗണന നൽകിയ മഹാലനോബിസ് മാതൃക ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവസായവൽക്കരണത്തിന് മുൻഗണന നൽകിയ മഹാലനോബിസ് മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയായിരുന്നു. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. അവസാനത്തേത് 12ാം പഞ്ചവത്സര പദ്ധതി. 2012 മുതൽ 2017 വരെയുള്ള 12ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനം കിലയാണ്. KILA. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട് കോൾ തണ്ണീർത്തടമാണ്. വേമ്പനാട് കോൾ തണ്ണീർത്തടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2012 ആണ്. 2012. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം. ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7-ആണ്. 1948 ഏപ്രിൽ 7. മഞ്ഞപ്പിത്തം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കരളിനെയാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിനെയാണ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില ഏകദേശം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് പരിസ്ഥിതി ദിനം ജൂൺ 5. SI സമ്പ്രദായത്തിൽ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. റോക്കറ്റ് വിക്ഷേപണത്തിൽ ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് പ്രയോജനപ്പെടുത്തുന്നത്? 3-ാം ചലന നിയമമാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏതാണ്? പ്രവൃത്തി എർഗാണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. ആവർത്തന പട്ടികയിലെ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? 18-ാം ഗ്രൂപ്പിൽ ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആവർത്തന പട്ടികയിലെ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 18ാമത്തെ ഗ്രൂപ്പാണ്. pH മൂല്യം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? pH മൂല്യം സോറൻ സൊറൻസൻ ആണ് pH മൂല്യം എന്ന ആശയം അവതരിപ്പിച്ചത്. സോറൻസൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം 7-ആണ്. പാൽ തൈരായി മാറുന്നത് ഏത് തരം മാറ്റമാണ്? പാല് തൈരായിട്ട് മാറുന്നത് രാസമാറ്റമാണ്. രാസമാറ്റം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26. ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഏക ഭരണഘടനാ ഭേദഗതി.
42-ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭേദഗതി. നഗരപാലിക നിയമം ഏത് ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്? നഗരപാലിക നിയമം 74-ാം ഭേദഗതിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കിയത് ഏത് ഭേദഗതിയാണ്? 86-ാമത്തെ ഭേദഗതിയാണ്. 86-ാം ഭേദഗതി. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് ഭാഷകളെ കുറിച്ച് പറയുന്നത്? ഭാഷകൾ 8-ാമത്തെ ഷെഡ്യൂളാണ്. കേരള നടനം എന്ന നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവ്? കേരള നടനം ഗുരു ഗോപിനാഥാണ്. കേരള നടനം എന്ന നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധുവാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിയാണ്. ഇന്ത്യയുടെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29. ഇന്ത്യയുടെ കായിക ദിനം ഓഗസ്റ്റ് 29. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏത്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഇന്ത്യയിലെ ആദ്യത്തേത് സിദ്രാപോങ് ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് താപവൈദ്യുതിയാണ്, തെർമൽ പവർ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് എന്നത് കമന്റ് ചെയ്യുക. കേരളത്തിലെ. ഇന്ത്യയിൽ സൗരോർജ ഉൽപാദനത്തിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം? സൗരോർജ ഉൽപാദനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? കൂടംകുളം ആണവ നിലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഹോം റൂൾ പ്രസ്ഥാനം ബാലഗംഗാധര തിലക്, ആനി ബസന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ബാലഗംഗാധര തിലക്, ആനി ബസന്റ്. ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ്. സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്ക് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ ആണ്. ഫസൽ അലി കമ്മീഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2. ദേശീയ പതാകയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ആര്? പിംഗലി വെങ്കയ്യയാണ്. ജൂലൈ 22 ദേശീയ പതാക ദിനമായിട്ട് ആചരിക്കുന്നു. പിംഗലി വെങ്കയ്യ. ജൂലൈ 22 ദേശീയ പതാക ദിനം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആദ്യത്തേത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ടു കായൽ. നിശാന്തത ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാക്കുന്നു? നിശാന്തത വിറ്റാമിൻ എ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാർബൺ വിമുക്ത ജില്ല
മാജുലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാർബൺ വിമുക്ത ജില്ല മാജുലി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്, കോന്നി. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്, CFC. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് കബനി നദിയിലാണ്. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏത്? യോജക കല സാർക്കോമ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. മലബാർ കലാപം നടന്ന വർഷം 1921. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം എന്താണ്? ഉത്പതനമാണ്, ഉത്പതനം. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. G20 ഉച്ചകോടി 2023 നടന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ 2023 G20 ഇന്ത്യ. ഇന്ത്യയുടെ സൗരദൗത്യം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള സംസ്ഥാനം ഏത്? അണക്കെട്ടുകൾ മഹാരാഷ്ട്ര. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്, 1885. ഒരു കുതിര ശക്തി എന്നത് എത്ര വാട്ടാണ്? 746 വാട്ട് ആണ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസമായിട്ട് ആചരിക്കുന്നു. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്. നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ദീനബന്ധു മിത്ര 1860 രചിച്ച നാടകം ഏതാണ്? നീലദർപ്പണാണ്, നീലദർപ്പൺ. ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലും നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏത്? എവിടെയൊക്കെയാണ്? ദക്ഷിണേന്ത്യ, ഡെക്കാൻ. റയറ്റ് വാരിയാണ്, റയറ്റ് വാരി. മംഗൾയാൻ മണ്ണിന്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? മംഗൾയാൻ മണ്ണിന്റെ വിക്ഷേപണ വാഹനം PSLV C-25. PSLV C-25. സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് P. ഭാസ്കരനാണ്, P. ഭാസ്കരൻ. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം 40 കിലോമീറ്റർ ആണ്, 40 കിലോമീറ്റർ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത്? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ പോകുന്നത് NH-85 ആണ്, NH-85. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ NH-744 ആണ്, NH-744. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-766 ആണ്, NH-766. ഉദ്യാന വിരുന്ന് എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് ശാസ്താംകോട്ടയിലാണ്, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി KG ശങ്കരപിള്ളയാണ്, KG ശങ്കരപിള്ള. 2025 കേരള ശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്ക്? കേരള ശ്രീ പുരസ്കാരം കായിക മേഖല 2025 അഭിലാഷ് ടോമിയാണ്, അഭിലാഷ് ടോമി. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ ട്രെയിൻ ഏത്? ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ ട്രെയിൻ, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ റെയിൽ ആണ്, നമോ ഗ്രീൻ റെയിൽ.
കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? KA തുളസിയാണ്. KA തുളസി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായി മാറിയത് 11ാം അംഗരാജ്യം തിമോറാണ്. തിമോർ. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്? കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2 ആണ്. മൈത്രി 2. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏത്? ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം യുറുഗ്വയാണ്. യുറുഗ്വ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര് ശ്രീവിജയപുരം. പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേരാണ് ശ്രീവിജയപുരം. കേരളത്തിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് ഹരിയാനയാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് സ്വാതി നിരഞ്ജൻ ജ്യോതി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സ്വാതി നിരഞ്ജൻ ജ്യോതി. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏവിയനാണ്. ഫ്രാൻസിലെ ഏവിയൻ. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ടയാണ്. മാൾട്ട. ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏത്? ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത് സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട്. ലോക വ്യാപാര സംഘടനയുടെ പിൻഗാമി ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഗാട്ട്. പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ആര്? ഉള്ളൂറാണ്. ഉള്ളൂർ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് S. നൊട്ടാണിയാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ സംവിധാനം ചെയ്തത് S. നൊട്ടാണി. ദേശീയ ഗാനം ആലപിക്കുവാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കണ്ണൂരിലെ ചിറക്കൽ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ മ്യൂസിയം എവിടെയാണ്? മ്യൂസിയം എറണാകുളത്താണ്. കേരള ഫോക്ലോർ മ്യൂസിയം എറണാകുളത്താണ്. മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ SK പൊറ്റക്കാടിന്റെ രചനയാണ്. SK പൊറ്റക്കാട്. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവമാണ്. ടിൻഡൽ പ്രഭാവം. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ആസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ചെമ്പിന്റെ അയിരാണ് ആസുറൈറ്റ്. പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണജല പ്രവാഹം ഏത് പേരിൽ അറിയപ്പെടുന്നു?
എൽ നിനോ. പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണജല പ്രവാഹമാണ് എൽ നിനോ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം. ടേബിൾ ലാൻഡ് പീഠഭൂമിയാണ്. പീഠഭൂമി. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുളയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്ക്, പാലക്കാട് ജില്ല. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ്? സന്ദിഷ്ടവാദി. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം സന്ദിഷ്ടവാദി. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം പെർട്ടുസീസ് വില്ലൻ ചുമയാണ്. വില്ലൻ ചുമ. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് വൈറ്റമിൻ ബിയുടെ കുറവാണ്. വൈറ്റമിൻ ബി. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം 1705 ആണ്. 1705. കഥകളിയുടെ ആദ്യ ചടങ്ങാണ് കേളി. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ്? വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്നത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. അരുണ രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം പോളിസൈറ്റീമിയയാണ്. പോളിസൈറ്റീമിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ. മലേറിയ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. മെർക്കുറി അതിൻ്റെ അതിചാലകത പ്രകടിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ. 4.2 കെൽവിൻ. ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? റാണി കി വാവ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്തഗഡയാണ്. ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്. കേരളത്തിലെ ആനമുടി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ലാല ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം 1917. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം 1918. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 60 വയസ്സ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ശുക്രൻ, യുറാനസ് എന്നിവയാണ്. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8 ആണ്. 1857 ഏപ്രിൽ 8. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? 24 സമയമേഖലകളാണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്
വിറ്റാമിൻ സി ആണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984 1984. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന കേളപ്പനെ പറ്റി പറഞ്ഞത് ആര്? സുകുമാർ അഴീക്കോടാണ്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. ISROയുടെ ആപ്തവാക്യം മാനവരാശിയുടെ സേവനത്തിനായി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം IM വിജയനാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലിയാണ്. ആസാമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. പൊട്ടാസ്യം മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്? കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് പൊട്ടാസ്യത്തിന് K എന്ന പ്രതീകം ലഭിച്ചത്. മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ 2 ഭാഗങ്ങളാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളാണ്. വയനാട് വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പറമ്പിക്കുളം. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം? മഴനിഴൽ കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ്. വയനാട് ജില്ലയിലെ പൂക്കോട്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള? യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തി. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടി കായൽ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി? മുക്കാലി തടയണ ഭവാനി നദിയിലാണ്. ഭവാനി നദി. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായൽ ആണ്. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ശരീരഭാഗം കോക്ലിയ. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ഭുല ചൗധരിയാണ്. ഭുല ചൗധരി. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററേറ്റ് മണ്ണ്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ചെമ്പ്. ഗംഗാനദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പത്മ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിന്റെ ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷ്. ഏതിന്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. മർമ്മമില്ലാത്ത രക്തകോശം ചുവന്ന രക്താണുക്കളാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായിലാണ്. ചെറായി. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇത്തായി രോഗമുണ്ടാകുന്നത് ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? കാഡ്മിയത്തിന്റെ മലിനീകരണം മൂലമാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ എന്നിവയാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.